ലക്ഷ്യം പിണറായിയോ? ലക്ഷ്യം നിശ്ചയമായും പിണറായി വിജയനാണ്. പിണറായി വിജയൻ മാത്രമല്ല, ഭരിക്കുന്ന CPM ആണ് എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. അതൊരു രാഷ്ട്രീയ പദ്ധതിയുമാണ്. നമ്മളിപ്പോൾ ഈ കേസിനെ എങ്ങനെയാണ് പറയുന്നത്, അല്ലെങ്കിൽ ആ കേസ് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? CMRL എക്സാലോജിക് കേസ് എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എക്സാലോജിക് എന്ന് പറയുന്നത് വീണ വിജയൻ, അതായത് മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന ഒരു കമ്പനിയാണ്. ശരിക്കും ഈ എക്സാലോജിക്ക് ഈ പറയുന്ന കേസിൽ ഉൾപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതൊരു സെൻസേഷണൽ കേസാകുമായിരുന്നു, ഇതൊരു സാധാരണ കേസായി പോകുമായിരുന്നു, അല്ലേ? യഥാർത്ഥത്തിൽ നോക്കൂ, ഇപ്പോൾ CMRലും എക്സാലോജിക്കും തമ്മിലുണ്ടായിട്ടുള്ള ഇടപാടെന്ന് പറയുന്നത് കേവലം 2.5 കോടി 2.25 കോടി രൂപയുടെ ഇടപാട് മാത്രമാണ്. പക്ഷേ ഈ കേസ് എത്ര കോടിയുടെയാണ്? 197 കോടി രൂപയുടെ കേസാണ്. 195 കോടി രൂപയുടെ ഒരു കേസ് മറുവശത്ത് നിൽക്കുമ്പോൾ 2.25 കോടിയുടെ കേസ് വലിയ രീതിയിൽ ചർച്ചയാകുന്നത് സ്വാഭാവികമാണ്. കാരണം അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ നടത്തുന്ന ഒരു കമ്പനിയുമായിട്ടുള്ള പണമിടപാടായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതൊരു പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി തന്നെയാണ്. അത് സ്വാഭാവികമായും ഒരു സെൻസേഷണൽ വാർത്തയാകും. ഇവിടെ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ ഡൽഹി ഇലക്ഷൻ എന്താ നമ്മൾ സംഭവിച്ചത്? ഡൽഹിയിൽ ഒരുപാട് വെൽഫെയർ സ്കീംസ് അരവിന്ദ് കെജ്രിവാൾ നടപ്പാക്കിയതാണല്ലോ, അല്ലേ? അദ്ദേഹം വിജയിച്ചു വരും എന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷിച്ചത്. എന്തൊക്കെ ആരോപണങ്ങൾ ഉണ്ടായാലും അരവിന്ദ് കെജ്രിവാളിന് സ്ട്രോങ് ആയൊരു വോട്ട് ബേസ് ഡൽഹിയിലൂടെ നമ്മളെല്ലാം കരുതി. എന്നാൽ എന്താണ് BJP അവിടെ ചെയ്തത്? അവിടെ അദ്ദേഹം ഒരു കണ്ണാടി മാളിക തീർത്തു എന്ന് പറഞ്ഞിട്ട് ശീഷ് മഹലിന്റെ 3D ബ്ലോക്കുകൾ ഉണ്ടാക്കി ആ സംസ്ഥാനത്തുടനീളം പ്രചാരണം നടത്തിയെന്ന് മാത്രമല്ല, 2000 കോടിയുടെ ഒരു അതിശക്തമായ അഴിമതി ആരോപണം അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ടുണ്ടാക്കി എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടു. ആ കേസിന്റെ സ്ഥിതി എന്താ? ഇപ്പം എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, പക്ഷേ അത് അതിൻ്റെതായിട്ടുള്ള ഇഫക്റ്റ് ഉണ്ടാക്കി. അഴിമതി എന്ന് പറയുന്ന പ്രശ്നം വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ അഴിമതിക്കെതിരാണ്. പ്രത്യേകിച്ച് അധികാരത്തിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിന്റെ കുടുംബമോ ഏതെങ്കിലും നിലവാരത്തിലുള്ള അഴിമതി പ്രശ്നത്തിൽ ഇൻവോൾവ് ആയാൽ അതിനോടുള്ള പ്രതിഷേധം ശക്തമാണ്. അതിന്റെ ശരിതെറ്റുകൾക്കപ്പുറത്ത് അതൊരു സംശയം ശക്തീകരിക്കുന്നു, ദൃഢീകരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ആ സംശയം രാഷ്ട്രീയമായി വില കൊടുക്കേണ്ടി വരുന്ന ഒരു സംശയമായി നിൽക്കും എന്നുള്ളതാണ്. ഈ പറയുന്ന ഡൽഹി എപ്പിസോഡ് അവിടെ അവസാനിച്ചില്ലല്ലോ, അതിൻ്റെ ഒരു തുടർച്ചയുണ്ടായി. അതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഡൽഹിയിലെ എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ട കേസിലെ മറ്റൊരു പ്രതി ഉണ്ടായിരുന്നു. ആ പ്രതിയുടെ പേര് കവിതാ റാവു എന്നായിരുന്നു. അതായത് തെലങ്കാന മുഖ്യമന്ത്രിയായിട്ടുള്ള ചന്ദ്രശേഖർ റാവുവിന്റെ മകളാണ് കവിതാ റാവു. 2024 തെലങ്കാനയിലെ ലോക്സഭാ റിസൾട്ട് എന്താണെന്ന് അറിയാമോ? 8 സീറ്റുകളിലാണ് BJP അവിടെ വിജയിച്ചത്. ആരെയാ തകർത്തത്? TRSനെയാണ് തകർത്തത്. എങ്ങനെയാണ്? ഞാൻ പറഞ്ഞുതരാം. 2023 തെലങ്കാന നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ കോൺഗ്രസ് വിജയിച്ചു വന്നത്. വലിയ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് വിജയിച്ചു വന്നത്. രണ്ടാമത്തെ പാർട്ടി TRS ആയിരുന്നു. എത്രയായിരുന്നു BJPയുടെ അക്കൗണ്ട്? അവിടെ 8 MLA-മാരാണ് ഉള്ളത്. 8 MLA-മാരെ ഉള്ളന്നേ. 2023 നിന്ന് 2024 വരുമ്പം 8 MP-മാരുണ്ടായി. 8 MLA-മാർ എവിടെ കിടക്കുന്നു? 8 MP-മാർ എവിടെ കിടക്കുന്നു? അവിടെ TRSനെ ഇല്ലാതാക്കി ഈ അഴിമതി ആരോപണത്തിൽ. എന്താ പ്രശ്നം? മുഖ്യമന്ത്രിയുടെ മകളാണ് അഴിമതിക്കാരിയായിട്ട് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ ഈ ഭരണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ മകൾ ഡൽഹിയിൽ കച്ചവടം നടത്തുകയായിരുന്നു എന്നാണ് BJP അവിടെ പ്രചാരണം നടത്തിയത്. ഇതൊക്കെ നല്ല ഉദാഹരണങ്ങളല്ലേ? ഈ രീതിയിൽ രാഷ്ട്രീയ പദ്ധതികൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളിലൂടെയും കേന്ദ്ര ഏജൻസിയുടെ വഴി ആളുകളെ പിടിച്ചകത്തിട്ടും ഒക്കെ നന്നായി വിജയിപ്പിച്ചിട്ടുള്ള ചരിത്രമുണ്ടെന്നേ BJPക്ക്. തൃശ്ശൂർ നല്ല ഉദാഹരണമല്ലേ? കരുവന്നൂരിന്റെ ഇഫക്റ്റ് ചെറുതാണെന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ഗുണം ചെയ്തത് അത് ദോഷം ചെയ്തത് കോൺഗ്രസിനാണെങ്കിലും നഷ്ടപ്പെട്ടത് കോൺഗ്രസിന്റെ സീറ്റാണെങ്കിൽ പോലും നേട്ടമുണ്ടാക്കിയത് BJP ആണ്. കരുവന്നൂർ എന്ന് പറയുന്ന ഒരു വിഷയം എടുത്തു വെച്ചുകൊണ്ട് നന്നായി കത്തിച്ചില്ലേ? ആ ദിവസങ്ങളിൽ, ആ മാസങ്ങളിലൊക്കെ എത്ര റിപ്പോർട്ടുകളാണ് നിരന്തരം എന്നോണം മാധ്യമങ്ങളിലേക്ക് ഇടിയിൽ നിന്ന് എത്തിക്കൊണ്ടിരുന്നത്, അല്ലേ? ഇപ്പൊ എന്താ അതിന്റെ സ്ഥിതി? ഇന്നിപ്പോൾ കെ രാധാകൃഷ്ണൻ അവിടെ പോയി ഹാജരായി, ഇന്നലെ പോയി എന്നുള്ളത് കൊണ്ടൊരു വാർത്തയുണ്ട്. അല്ലെങ്കിൽ കരുവന്നൂർ നിശബ്ദമായില്ലേ? പക്ഷേ കരുവന്നൂർ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആയിരുന്നു, അത് ഗംഭീരമായിട്ട് അവിടെ വിജയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇതെല്ലാം നല്ല പരീക്ഷണങ്ങൾ നടത്തി വിജയിപ്പിച്ചിട്ടുള്ളൊരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ അവർ പയറ്റാനിരിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് UDFനെ ദുർബലപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല, LDFനെയും ദുർബലപ്പെടുത്തേണ്ടതുണ്ട്. ഞാൻ വേറൊരു